SDPIയുടെ നേതൃത്വത്തിൽ അവകാശ നിഷേധങ്ങൾക്കെതിരെ പൗരാവകാശ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സാംസ്കാരിക ചത്തുരത്തിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം SDPI ദേശീയ പ്രവർത്തക സമിതി അംഗം അജ്മൽ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. SDPI സിന്ദാബാദ്. പൗരാവകാശ റാലി സിന്ദാബാദ്. പൗരന്മാരുടെ വോട്ടവകാശം SIR-ലെ വോട്ട് കൊള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തിന്റെ ആപത്ത് ജനാധിപത്യം മതേതരത്വം ഭരണഘടന ചേർത്ത് പിടിച്ച് ജനാധിപത്യം മതേതരത്വം പൗരാവകാശം സംരക്ഷിക്കാൻ ഉറക്കെ പറയേണ്ട നിർണായകമായ ഒരു ഘട്ടമാണ് എന്ന് SDPI മനസ്സിലാക്കിയത് കൊണ്ടാണ് തെരുവുകൾ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരം സമരജാഥകളും റാലികളും സമ്മേളനങ്ങളുമൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2014 ഈ രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് കാലെടുത്തു വെച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള RSS BJP സംഘ് പരിവാര ഭരണകൂടം കഴിഞ്ഞ 12 വർഷക്കാലമായി ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ ജനാധിപത്യത്തെയും പൗരാവകാശത്തെയും ഒക്കെ കശാപ്പ് ചെയ്തുകൊണ്ട് ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ പൗരാവകാശം ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് ഒരു വിപ്ലവ പ്രവർത്തനമാണ് എന്ന് ഈ രാജ്യത്തിൻ്റെ ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പൗരാവകാശ സംരക്ഷണ ജാഥകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമുക്കൊരു മഹത്തായ ഭരണഘടനയുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വൈവിധ്യങ്ങളുടെ, ബഹുസ്വരതയുടെ, എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യനീതിയും തുല്യമായ അവകാശങ്ങളും
പുലർന്നു കാണണമെന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി ബാബാ സാഹേബ് അംബേദ്കർ അടക്കമുള്ള ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ട ഒരു ഇന്ത്യ രാജ്യം, തുല്യനീതി പുലരുന്ന ഇന്ത്യ രാജ്യം. വൈദേശിക ശക്തികൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ അധിനിവേശം നടത്തി ഈ രാജ്യത്തിന്റെ പൗരന്മാരെ അടിമകളാക്കി ഇവിടെ ഭരണം നടത്തിയപ്പോ ആ വൈദേശിക ശക്തികളുടെ തോക്കുകൾക്കും പീരങ്കികൾക്കും മുന്നിൽ വിരിമാറ് കാട്ടിക്കൊണ്ട് ധീരരക്തസാക്ഷിത്വത്തിലൂടെ ഈ രാജ്യത്തിനു വേണ്ടി പോരാടി ജീവിതവും ജീവനും രക്തവും സമർപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ധീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര പോരാളികൾ സ്വപ്നം കണ്ട ഒരു ഇന്ത്യ രാജ്യമുണ്ട്. ആ ഇന്ത്യ രാജ്യം പുലർന്നു കാണാൻ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും ഫെഡറലിസവും ഭരണഘടനയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് ഈ രാജ്യത്ത് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടന പൊളിച്ചെഴുതുന്നു, പകരം മനുസ്മൃതി കോഡും RSSന്റെ വിചാരധാരയും ഒക്കെ ഭരണഘടനയായിട്ട് അവരോധിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെ പോയിന്റ് ബാങ്കിൽ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് പൗരാവകാശത്തിന് വില പോലും കൽപ്പിക്കാതെ അവരെ കൽത്തുറുങ്കിൽ അടയ്ക്കുക, എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള നയമാണ് ഈ രാജ്യത്ത് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വൈവിധ്യങ്ങൾ പുലരുന്ന ഒരു ബംഗ്ലാദേശാണ് BNP മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ആ BNPയുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും സഹകരിച്ചു പോകാൻ ഇന്ത്യ തയ്യാറാണ് എന്നാണ് നരേന്ദ്രമോദിയുടെ, ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയുള്ള ബംഗ്ലാദേശിനെ ഞങ്ങൾ അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. ആ നരേന്ദ്രമോദിയോട് ചോദിക്കാനുള്ളത്, അപ്പൊ ഇന്ത്യ രാജ്യത്ത് വൈവിധ്യങ്ങൾ പുലരണ്ടേ? ഇന്ത്യ രാജ്യത്ത് ബഹുസ്വരത പുലരണ്ടേ? കാരണം ബംഗ്ലാദേശിൽ വൈവിധ്യങ്ങൾ പുലരുകയാണെങ്കിൽ അംഗീകരിക്കാമെന്ന് പറയുമ്പോൾ അതേ വൈവിധ്യങ്ങളും അതേ ബഹുസ്വരതയും ഇന്ത്യ രാജ്യത്ത് പുലരാൻ ഉത്തരവാദപ്പെട്ട പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും അമിത്ഷയും ഉൾപ്പെടുന്ന ടീം ഇവിടെ വൈവിധ്യങ്ങളല്ല, പകരം ഇവിടെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ദലിതുകളെയും ആദിവാസികളെയും ഒക്കെ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ വേട്ട നടത്തി, കശാപ്പ് നടത്തി, വംശഹത്യക്കിരയാക്കിക്കൊണ്ട് ഇവിടെ വൈവിധ്യങ്ങൾക്ക് പകരം ഇവിടെ വംശഹത്യ നടത്തുമ്പോ അതിനെ ഹൈലൈറ്റ്, അല്ലെങ്കിൽ ഇവിടെ ഈ രാജ്യത്താണ് വൈവിധ്യങ്ങളും സമാധാനവും പുലരാൻ ആഗ്രഹിക്കേണ്ടത്, ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളോടൊപ്പമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിൽക്കേണ്ടത് എന്ന സന്ദേശം നൽകാൻ കഴിയണം. ഈ രാജ്യത്ത് എന്തും പുലർന്നോട്ടെ, അത് പ്രശ്നമല്ല. മറ്റ് രാജ്യങ്ങളിൽ ഇപ്പൊ നമുക്കറിയാലോ, ട്രംപ് കണ്ണുരുട്ടുന്നതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വാണിജ്യ കരാറൊക്കെ മുമ്പ് 3% തീരുവയുണ്ടായിരുന്നത് ഇപ്പൊ 18% മെയ് 2 അധികാരത്തിലേറിയപ്പോ ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുള്ളത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.